ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിൻ്റെ സാമൂഹ്യശാസ്ത്രമാണ്. മലയാളം മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങൾ ഇപ്പോൾ എഴുതിയ ക്രിസ്മസ് എക്സാം, ഹാഫ് ഇയർലി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അതിൻ്റെ മലയാളം മീഡിയം ആൻസർ കീ ആണ്. ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 8ാം ക്ലാസ്സിൻ്റെ ഹാഫ് ഇയർലി പ്ലേലിസ്റ്റിൽ എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇത് 8ാം ക്ലാസ്സിൻ്റെ സാമൂഹ്യ ശാസ്ത്രം. അപ്പോൾ ഇതിൽ നമ്മൾ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഹൈപ്പ് കമൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യ ചോദ്യം, 1857 കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡികൾ തിരിച്ചറിയൂ. അപ്പോൾ നമുക്ക് A-B-D ആണ് ആൻസർ കറക്റ്റായിട്ട് വരുന്നത്. അതായത് ലക്നൌവിൽ ബീഗം ഹസ്രത് മഹൽ, ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമൻ, കാൺപൂരിൽ നാനാ സാഹിബ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അടുത്തത്, ഇന്ത്യയിൽ ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായത്തിന് തുടക്കം കുറിച്ച് ഇരുമ്പുരുക്ക് ശാല ഏത്? ഓപ്ഷൻ സി, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള വയസ്സ് 21 നിന്നും 18 വയസ്സായി കുറച്ച ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഏതാണ് ഭേദഗതി? 61ാം ഭരണഘടനാ ഭേദഗതി. അടുത്തത് 4, എ കോളത്തിന് അനുയോജ്യമായവ ബി കോളത്തിൽ നിന്ന് കണ്ടെത്തി ക്രമപ്പെടുത്തുക. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജമാണ്. അപ്പോൾ എ 3ലേക്ക് മാർക്ക് ചെയ്യുക. പൊയ്കൽ യോഹന്നാൻ, ബി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജമാണ്. അതുപോലെ തന്നെ വാഗ്ബടാനന്ദൻ ആത്മവിദ്യാ സംഘം. ഡി 1 കേട്ടോ. അപ്പോൾ നമ്മുടെ കറക്റ്റായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് 4C ആണ്. അടുത്ത ചോദ്യം 1905 ചോദ്യമാണ്. 1909 നടപ്പിലാക്കിയ മിന്റോ മുരളി പരിഷ്കാരത്തിലെ പ്രധാന വ്യവസ്ഥകൾ എഴുതുക. അല്ലെങ്കിൽ ബി ക്വസ്റ്റ്യൻ, 1916 കോൺഗ്രസിന്റെ ലക്നൗ വാർഷിക സമ്മേളനത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുക. അപ്പോൾ 5A ഓർ ബി നമുക്ക് നോക്കാം. 5A, 1909 മിന്റോ മുരളി പരിഷ്കാരത്തിലെ പ്രധാന വ്യവസ്ഥകൾ കേന്ദ്ര പ്രാദേശിക നിയമനിർമ്മാണ സഭകളിലെ അംഗസംഖ്യ വർദ്ധിപ്പിച്ചു. നിയമസഭാംഗങ്ങൾക്ക് ബഡ്ജറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാനും അനുബന്ധ ചോദ്യങ്ങൾ ചോദിക്കാനുമുള്ള അവകാശം നൽകി. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ചു. ഇനി 5B ആണ്. 5Bയുടെ ഉത്തരം, 1916 കോൺഗ്രസിന്റെ ലക്നൗ വാർഷിക സമ്മേളനത്തിന്റെ പ്രാധാന്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും തമ്മിൽ ലയനമുണ്ടായി. കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ യോജിപ്പുണ്ടായി. ഇരു പാർട്ടികളും ചേർന്ന് ബ്രിട്ടീഷ് സർക്കാരിനെതിരെ സംയുക്തമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഇത് പ്രാധാന്യം, ഇത് മുതലാണ് ആൻസർ കേട്ടോ. 6ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ്. ചോദ്യം വായിക്കുന്നില്ല. 6ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം, പൗരരുടെ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി 1976 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് ഈ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചത്. ഇതിന്റെ പ്രാധാന്യം ഈ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പ്രകാരമാണ് 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. ഇനി 7ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം, ജോസഫ് ഷൂംപീറ്റർ ആണ് ഈ ആശയം ആവിഷ്കരിച്ചത്. ഈ സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്ന ആശയം പുതിയ ഉൽപ്പന്നങ്ങളും ബിസിനസ് മാതൃകകളും വിപണിയിൽ വരുമ്പോൾ പഴയവ ഇല്ലാതാവുകയും അതുവഴി സമ്പദ് വ്യവസ്ഥയിൽ വളർച്ചയും മാറ്റങ്ങളും ഉണ്ടാവുകയും ചെയ്യും എന്നതാണ്. അപ്പോൾ 7 ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി 8 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങളാണ്. 8ാമത്തെ ചോദ്യം, ദേശീയ പ്രസ്ഥാനം ശക്തമാകുന്ന വേളയിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി കേരളത്തിൽ നടന്ന പ്രധാന സമരമാണ് വൈക്കം സത്യാഗ്രഹം. പ്രസ്താവന സാധൂകരിക്കുക. വൈക്കം സത്യാഗ്രഹത്തിനെ കുറിച്ചാണ് നമ്മൾ എഴുതേണ്ടത്. 9ാമത്തെ ചോദ്യം, യൂറോപ്പിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ സൂചിപ്പിക്കുന്ന ചാർട്ട് പൂർത്തിയാക്കുക. യൂറോപ്പിന്റെ പ്രധാന ഭൂപ്രകൃതി വിഭാഗങ്ങളാണ്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യത്തെ വടക്കു പടിഞ്ഞാറൻ കുന്നുകൾ തന്നിട്ടുണ്ട്. ദെൻ ABC നമ്മൾ ഫില്ല് ചെയ്യണം. 10, സുസ്ഥിര വികസനം എന്നാൽ എന്ത്? സുസ്ഥിര വികസനത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ എന്തെല്ലാം? അപ്പോൾ 8, 9, 10 നമ്മൾ ആദ്യം ചെയ്യണം. 8ാമത്തെ ചോദ്യം, പ്രസ്താവന ശരിയാണ്. വൈക്കം സത്യാഗ്രഹം സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന പ്രധാന സമരമാണ്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള പൊതുവഴികളിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചിരുന്നു. 1924 ആരംഭിച്ച ഈ സമരം ജാതി വിവേചനത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഒരു പ്രധാന നാഴികക്കല്ലായി. മഹാത്മാഗാന്ധിയുടെ ഇടപെടലോടെ 1925 ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള വഴികളിൽ എല്ലാവർക്കും സഞ്ചരിക്കാൻ അനുമതി ലഭിച്ചു.
ഇനി 9ാമത്തെ ചോദ്യമാണ് യൂറോപ്പിന്റെ പ്രധാന ഭൂപ്രകൃതി വിഭാഗങ്ങൾ. അതിന്റെ ഉത്തരം ഒരെണ്ണം അവർ തന്നിട്ടുണ്ട് അല്ലേ, വടക്ക് പടിഞ്ഞാറൻ കുന്നുകൾ. പിന്നെ നമുക്ക് A, B, C കോളം ഫില്ല് ചെയ്യാനുണ്ട്. അതിൽ A വടക്കൻ യൂറോപ്യൻ സമതലങ്ങൾ, B മധ്യ യൂറോപ്പിലെ പർവ്വതനിരകൾ, C തെക്കൻ യൂറോപ്പിലെ പർവ്വതനിരകൾ. ദെൻ ഇനി 10 10ന്റെ ഉത്തരമാണ് ഭാവി തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവ് നഷ്ടപ്പെടുത്താതെ വർത്തമാനകാല ആവശ്യങ്ങൾ നിറവേറ്റുന്ന വികസനമാണ് സുസ്ഥിര വികസനം. ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. സുസ്ഥിര വികസനത്തിലേക്ക് എത്താനുള്ള പ്രധാന മാർഗങ്ങൾ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളുടെ, അതായത് സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, അതിന്റെ ഉപയോഗം വർദ്ധിപ്പിക്കുക, പരിസ്ഥിതി സൗഹൃദപരമായ ഉൽപ്പാദന രീതികളും ഉപഭോഗശീലങ്ങളും പ്രോത്സാഹിപ്പിക്കുക, പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണവും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്തലും ഉറപ്പാക്കുക, മാലിന്യ നിർമ്മാർജ്ജനവും പുനരുപയോഗവും കാര്യക്ഷമമാക്കുക. 10 ആയില്ലേ. ഇനി നമുക്ക് 11ാമത്തെ ചോദ്യം 11A ചിത്രം വിശകലനം ചെയ്ത് ചുവടെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുകയാണ്. അതിൽ 11Aയും 11Bയും ഉണ്ട്. അതിൽ 11Aയിൽ തന്നെ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട് അല്ലേ. ആദ്യ ചോദ്യം എന്താ? സെപ്റ്റംബർ 23 മുതൽ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഏതെല്ലാം അക്ഷാംശങ്ങൾക്കിടയിലാണ് മാറുന്നത്? ബി ശൈത്യ അയനാന്ത ദിനം വിശദീകരിക്കുക. അല്ലെങ്കിൽ ബി ചോദ്യം മാനക സമയം എന്നാൽ എന്ത്? ഒരു രാജ്യത്ത് മാനക സമയം കണക്കാക്കുന്നതിന്റെ ആവശ്യകത എന്ത്? അപ്പൊ ആദ്യം 11A ഒന്ന് നോക്കാട്ടോ. 11Aയുടെ ഉത്തരം ഇതാണ്. നിങ്ങൾക്ക് മാർക്ക് നോക്കിയിട്ട്, അല്ലെങ്കിൽ അത് 1 മാർക്കൊക്കെയാണെങ്കിൽ ഇത് മതി. ഭൂമധ്യരേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിലേക്കാണ് അത് മാറുക. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നോട്ട് ചെയ്തെടുക്കുക. സെപ്റ്റംബർ 23 സൂര്യൻ ഭൂമധ്യരേഖയിലാണ്. അതിനുശേഷം സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം തെക്കോട്ട് നീങ്ങുന്നു. ഡിസംബർ 22 ദക്ഷിണായന രേഖയിൽ 23.5 ഡിഗ്രി സൗത്തിൽ എത്തും. അതിനാൽ ഈ കാലയളവിൽ സൂര്യന്റെ സ്ഥാനം ഭൂമധ്യരേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിലായിരിക്കും. അപ്പോൾ ഈ തന്നിരിക്കുന്നതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഈ താഴെ കേട്ടോ. ഇത് 11 നമുക്കൊരു സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. ബി ശൈത്യ അയനാന്ത ദിനം ഡിസംബർ 22 ശൈത്യ അയനാന്ത ദിനം എന്നത് സൂര്യൻ ദക്ഷിണായന രേഖയിൽ 23 ഡിഗ്രി സൗത്ത് ലംബമായി പതിക്കുന്ന ദിവസമാണ്. ഈ ദിവസം ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ രാത്രിയുമായിരിക്കും. ഉത്തരാർദ്ധഗോളത്തിൽ ഈ ദിവസം ഏറ്റവും കുറഞ്ഞ പകൽ സമയം അനുഭവപ്പെടുന്നു. നെക്സ്റ്റ് നമുക്ക് ബി ക്വസ്റ്റ്യൻ മാനക സമയം എന്നാൽ എന്തെന്നുള്ളതാണ്. മാനക സമയം എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടൈം ആണ് എന്നത് ഒരു രാജ്യത്തിന്റെ കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന ഒരു പ്രത്യേക രേഖാംശത്തിലെ പ്രാദേശിക സമയമാണ്. ഒരു രാജ്യത്ത് പല രേഖാംശങ്ങൾ ഉള്ളതിനാൽ പ്രാദേശിക സമയത്തിൽ വ്യത്യാസം ഉണ്ടാകും. ഈ സമയ വ്യത്യാസം ഒഴിവാക്കാനും രാജ്യത്തുടനീളം ഒരേ സമയം പാലിക്കാനും മാനക സമയം സഹായിക്കുന്നു. ഇത് ഭരണപരമായ കാര്യങ്ങൾക്കും ഗതാഗതത്തിനും ആശയവിനിമയത്തിനും വളരെയധികം ആവശ്യമാണ്. ഇനി 12 പരമ്പരാഗത മാധ്യമങ്ങളോടൊപ്പം നവസാമൂഹിക മാധ്യമങ്ങളും ആധുനിക ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു. നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ പരമ്പരാഗത മാധ്യമങ്ങളും നവമാധ്യമങ്ങളും താരതമ്യം ചെയ്ത് പ്രസ്താവന വിലയിരുത്തുക. ആശയവിനിമയം, പാരസ്പര്യം, രൂപം. അതിൽ നമുക്ക് 12 കഴിഞ്ഞാൽ 13A ഓർ ബി ഉണ്ട്. 13A എന്താ? ഒരു രാഷ്ട്രം എന്ന നിലയിൽ യൂറോപ്പിലെ ദേശരാഷ്ട്രങ്ങളിൽ നിന്നും ഇന്ത്യ വ്യത്യസ്തമാണ്, സമർത്ഥിക്കുക. അല്ലെങ്കിൽ ബി ക്വസ്റ്റ്യൻ എന്താ? ജനാധിപത്യ ഭരണവ്യവസ്ഥയിലെ 2 മാതൃകകളാണ് പാർലമെന്ററി വ്യവസ്ഥയും പ്രസിഡൻഷ്യൽ വ്യവസ്ഥയും. ഈ മാതൃകകളുടെ സവിശേഷതകൾ എഴുതുക. അപ്പോൾ ആദ്യം നമുക്ക് 12 എഴുതാം കേട്ടോ. 12ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് തന്നിരിക്കുന്നത്. പരമ്പരാഗത മാധ്യമങ്ങളും നവമാധ്യമങ്ങളും തമ്മിൽ ആശയവിനിമയം, പാരസ്പര്യം, രൂപം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. പരമ്പരാഗത മാധ്യമങ്ങളിൽ പത്രം, റേഡിയോ, TV ആശയവിനിമയം പ്രധാനമായും ഏകമുഖമാണ്. നവമാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ആശയവിനിമയം ദ്വിമുഖവും സംവേദനാത്മകവുമാണ്. ഉപയോക്താക്കൾക്ക് ഉള്ളടക്കത്തിൽ പ്രതികരിക്കാനും പങ്കാളികളാകാനും സാധിക്കുന്നു. പരമ്പരാഗത മാധ്യമങ്ങളിൽ പാരസ്പര്യം വളരെ കുറവാണ്. നവമാധ്യമങ്ങളിൽ ഉയർന്ന പാരസ്പര്യം ഉണ്ട്. തത്സമയ പ്രതികരണങ്ങളും ചർച്ചകളും സാധ്യമാണ്. പരമ്പരാഗത മാധ്യമങ്ങൾ അച്ചടി, പ്രക്ഷേപണം തുടങ്ങിയ നിശ്ചിത രൂപങ്ങളിലാണ് ഉള്ളടക്കം നൽകുന്നത്. നവമാധ്യമങ്ങൾ വാചകം, ചിത്രം, വീഡിയോ, ഓഡിയോ എന്നിങ്ങനെ വിവിധ ഡിജിറ്റൽ രൂപങ്ങൾ സംയോജിപ്പിച്ച് ഉപയോഗിക്കുന്നു. 12A കഴിഞ്ഞാൽ 13A ആണ് കേട്ടോ. 13A ഉത്തരം യൂറോപ്പിലെ ദേശരാഷ്ട്രങ്ങളിൽ നിന്നും ഇന്ത്യ ഒരു രാഷ്ട്രമെന്ന നിലയിൽ വ്യത്യസ്തമാണ്. പ്രധാനമായും അതിന്റെ ബഹുസ്വരതയും വൈവിധ്യവും കാരണം. യൂറോപ്യൻ ദേശരാഷ്ട്രങ്ങൾ പലപ്പോഴും ഒരു പ്രത്യേക ഭാഷ, വംശം അല്ലെങ്കിൽ സംസ്കാരം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ഏകീകൃത സ്വഭാവം കാണിക്കുന്നു. ഇന്ത്യ ഒരു ബഹുസ്വര സമൂഹമാണ്. വിവിധ ഭാഷകൾ, മതങ്ങൾ, സംസ്കാരങ്ങൾ, വംശങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു വൈവിധ്യത്തിന്റെ ഏകത്വം എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇന്ത്യൻ രാഷ്ട്രസങ്കല്പം. ഇന്ത്യൻ ഭരണഘടന മതനിരപേക്ഷതയ്ക്കും എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശങ്ങൾക്കും ഊന്നൽ നൽകുന്നു.
ഇനി 13B പാർലമെന്ററി പ്രസിഡൻഷ്യൽ ഭരണവ്യവസ്ഥകളുടെ സവിശേഷതകളാണ്. പാർലമെന്ററി വ്യവസ്ഥ ഉദാഹരണം ഇന്ത്യ, UK ആണ്. അപ്പോൾ അതിൻ്റെ പോയിന്റ്സ്: കാര്യനിർവഹണ വിഭാഗം നിയമനിർമ്മാണ വിഭാഗത്തോട് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു. പ്രധാനമന്ത്രിയാണ് സാധാരണയായി സർക്കാരിൻ്റെ തലവൻ. ഭരണത്തലവനും സർക്കാർ തലവനും വ്യത്യസ്തരായിരിക്കും. പ്രസിഡൻഷ്യൽ വ്യവസ്ഥ നമുക്ക് USA ആണ് എക്സാമ്പിളായിട്ട് വരിക. പ്രസിഡന്റാണ് ഭരണത്തലവനും സർക്കാർ തലവനും. കാര്യനിർവഹണ വിഭാഗം നിയമനിർമ്മാണ വിഭാഗത്തോട് നേരിട്ട് ഉത്തരവാദിത്തപ്പെടുന്നില്ല. അധികാര വിഭജനം കർശനമായി പാലിക്കപ്പെടുന്നു. അപ്പോൾ 13 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് 14ഉം 15ഉമാണ്. 14A, B ഉണ്ട്. 14A കേരളത്തിലെ ഇതര പ്രദേശങ്ങളെ അപേക്ഷിച്ച് മലബാറിൽ ദേശീയ പ്രസ്ഥാനം കൂടുതൽ കരുത്തുറ്റതായിരുന്നു. വിശദീകരിക്കുക. അല്ലെങ്കിൽ ബി ക്വസ്റ്റ്യൻ എന്താ? മനുഷ്യൻ എന്ന നിലയിൽ എല്ലാ വ്യക്തികൾക്കും തുല്യവും അർഹമായതുമായ പരിഗണന നൽകുക എന്നതാണ് ആധുനിക കാഴ്ചപ്പാടിൽ നീതിയുടെ പൊരുൾ. പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ നീതിയുടെ 3 തത്വങ്ങൾ വിശദമാക്കുക. 15 ഉൽപാദന വ്യവസായങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമായെങ്കിലും നിരവധി സാമൂഹിക പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഇടയാക്കി. സൂചനകളുടെ അടിസ്ഥാനത്തിൽ തന്നിരിക്കുന്ന പ്രസ്താവനയെ വിമർശനാത്മകമായി വിലയിരുത്തുക. വിഭവശോഷണം, പ്രാദേശിക അസമത്വം. അപ്പോൾ ആദ്യം 14Aയും Bയും നമുക്ക് നോക്കാം. 14A മലബാറിലെ ദേശീയ പ്രസ്ഥാനം മലബാർ ബ്രിട്ടീഷ് ഇന്ത്യയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്നതിനാൽ ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ശക്തമായിരുന്നു. ഖിലാഫത്ത്, അപ്പോൾ ഇതിൽ ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ഇങ്ങനെ വന്നാൽ മതി കേട്ടോ. ഖിലാഫത്ത് പ്രസ്ഥാനവും നിസ്സഹകരണ പ്രസ്ഥാനവും മലബാറിൽ വലിയ സ്വാധീനം ചെലുത്തി. പ്രാദേശിക നേതാക്കളുടെ സജീവ പങ്കാളിത്തവും ജനങ്ങളുടെ പിന്തുണയും പ്രസ്ഥാനത്തിന് കരുത്ത് പകർന്നു. 14B നീതിയുടെ തത്വങ്ങൾ, തുല്യ പരിഗണന. എല്ലാ വ്യക്തികളെയും മനുഷ്യരെന്ന നിലയിൽ, ഇത് മുതൽ എഴുതിയാൽ മതി കേട്ടോ ആൻസർ. എല്ലാ വ്യക്തികളെയും മനുഷ്യരെന്ന നിലയിൽ തുല്യമായി പരിഗണിക്കുകയും വിവേചനം കാണിക്കാതിരിക്കുകയും ചെയ്യുക. അർഹമായ പരിഗണന. വ്യക്തികളുടെ ആവശ്യങ്ങൾ, കഴിവുകൾ, സംഭാവനകൾ എന്നിവ കണക്കിലെടുത്ത് അർഹമായ പരിഗണന നൽകുക. സാമൂഹിക നീതി. സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകി അസമത്വം കുറയ്ക്കുക. ഇനി നമുക്കുള്ളത് 15ാമത്തെ ചോദ്യമാണ്. ഉത്തരം: ഉൽപാദന വ്യവസായങ്ങളും പ്രശ്നങ്ങളും വിഭവശോഷണം. അപ്പോൾ ഇത് മുതലാണ് ഉത്തരം കേട്ടോ. വ്യവസായങ്ങൾ പ്രകൃതി വിഭവങ്ങൾ അമിതമായി ചൂഷണം ചെയ്യുന്നതിന് കാരണമായി. ഇത് വനനശീകരണം, ജലദൗർലഭ്യം, മണ്ണ് മലിനീകരണം എന്നിവയിലേക്ക് നയിച്ചു. പ്രാദേശിക അസമത്വം. ഇത് അടുത്തൊരു ടോപ്പിക് പോലെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, പോയിന്റ് പോലെയാണ് കേട്ടോ ഇവിടെ മുതൽ. വ്യവസായങ്ങൾ ചില പ്രത്യേക പ്രദേശങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചത് പ്രാദേശിക അസമത്വങ്ങൾ വർദ്ധിപ്പിച്ചു. ഇത് നഗര ഗ്രാമീണ വിടവ് വർദ്ധിപ്പിക്കുകയും കുടിയേറ്റ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. 15 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കഴിഞ്ഞു. ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്യുക, നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, തുടർന്ന് വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.